രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിൽ വിമർശനവുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഇതിനു മുൻപ് പല ബില്ലുകളിലും കാലതാമസമുണ്ടായിട്ടുണ്ട്. രാഷ്ട്രപതിയെ വിചാരണയ്ക്ക് വിധേയയാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ആദിവാസി വനിത പരമോന്നത പദവിയിലെത്തിയപ്പോൾ CPIM എതിർക്കുകയാണെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിനു മുൻപും പല ബില്ലുകളും അത് അംഗീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന രാഷ്ട്രപതിക്കെതിരായിട്ട് ഇന്നുവരെ ഒരു സർക്കാരും ഒരു പാർട്ടിയും കേസിന് പോയിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെടുന്ന പട്ടികവർഗ വിഭാഗക്കാരിയായിട്ടുള്ള ആദിവാസിയായിട്ടുള്ള ഒരു വനിതയെ ഇന്ത്യയുടെ പരമോന്നത പദവിയിലേക്ക് നിർദ്ദേശിച്ചപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തിരുന്നു. അഖിൽ ഷാൻ സാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖിൽ ഷാൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും പ്രധാനമായും ഈ വിഷയത്തിൽ മുരളീധരൻ പറഞ്ഞൊരു കാര്യം, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഈ രാഷ്ട്രപതിക്കെതിരെ ഒരു സംസ്ഥാനം കേസിനായി പോകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതിനു മുൻപും പല ബില്ലുകളും ഇത്തരത്തിൽ അംഗീകരിക്കാൻ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അത് ബില്ലിന്റെ ഓരോ പ്രത്യേകതകളെ കൊണ്ടാണ് ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ കേരളവും അതുപോലെ തന്നെ CPIMവും ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ്. അതായത് ഒരു ആദിവാസിയായ ഒരു രാഷ്ട്രപതിയെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള ഒരു ഇടപെടൽ, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ ഒരു ഇടപെടലാണ് ഇത്തരത്തിൽ രാഷ്ട്രപതിക്കെതിരെ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ ഇവരെ പ്രേരിപ്പിച്ചെന്നുള്ളൊരു കാര്യമാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. രാഷ്ട്രപതിയെ ശരിയാക്കിൽ ഏതായാലും അത്തരം ഒരു വിമർശനം മുന്നോട്ട് വെക്കുകയാണ് അദ്ദേഹം.